നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഗൂഗിൾ പുതിയ രീതിയിൽ നമ്മുടെ ഡാറ്റകൾ കാര്യങ്ങളെല്ലാം നമ്മുടെ രഹസ്യങ്ങളെല്ലാം അവർ കൊണ്ടുപോകുന്നുണ്ട്. അതെങ്ങനെയാണെന്നുള്ളതും അതെങ്ങനെയാണ് അത് ഓഫ് ചെയ്യാന്നുള്ളതും ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഗൂഗിൾ പല രീതിയിൽ നമ്മുടെ ഫോണിൽ നിന്ന് നമ്മുടെ ഡാറ്റകൾ, നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ടേസ്റ്റുകൾ കാര്യങ്ങളെല്ലാം അവർ അടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് അത് ഗൂഗിൾ ക്രോമും ഗൂഗിൾ വഴിയൊക്കെയാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ പുതിയ രീതി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനായി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ ഫോണിൽ സെർച്ച് ഓപ്ഷൻ ഉണ്ടല്ലോ, ആ സെർച്ച് ഓപ്ഷനിൽ നമ്മളൊന്ന് ടൈപ്പ് ചെയ്യേണ്ട കാര്യം ഞാൻ ഏറ്റവും മുകളിൽ കാണിച്ചു തരാം. നമ്മുടെ ഫോണിൽ നമ്മൾ ഈ സെർച്ച് ഓപ്ഷനിൽ കാണിക്കേണ്ടത് ജിമിനി എന്നൊന്ന് ടൈപ്പ് ചെയ്യുക. GIMINI ജിമിനി എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലോഗോ കാണിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി അങ്ങനെ കിട്ടാത്ത ആളുകളാണെങ്കിൽ രണ്ടാമത്തെ ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. ഈ ജിമിനി കിട്ടാൻ വേണ്ടി രണ്ടാമത്തെ ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ സെറ്റിംഗ്സ് ഇല്ലേ, ആ സെറ്റിംഗ്സിൽ ഒന്ന് പോവാം. എല്ലാവരും ഇത് ചെയ്ത് മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. ഇതുവഴി കൂടി നമ്മുടെ രഹസ്യങ്ങളെല്ലാം പോകുന്നുണ്ട്. അപ്പൊ അവിടെ നമുക്ക് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും താഴെ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നില്ലേ, ആ ഗൂഗിളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇമെയിൽ ID ഏറ്റവും മുകളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് താഴെ കുറച്ച് ഇമെയിൽ ID കാണിക്കുന്നുണ്ട്. നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ID ഏതാണോ അതാണ് നമ്മൾ ഏറ്റവും മുകളിൽ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിന്റെ താഴെയായിട്ട് അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ അക്കൗണ്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇന്റർഫേസിലേക്ക് വരും. അവിടെ ഏറ്റവും മുകളിൽ ടോപ്പ് കോർണറിലായിട്ട് കാണാം ഒരു സെർച്ച് ഓപ്ഷൻ കാണുന്നില്ലേ, ആ സെർച്ച് ഓപ്ഷനിൽ നിന്ന് ക്ലിക്ക് ചെയ്യാം. സെർച്ച് ഓപ്ഷനിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ ഇവിടെ പറഞ്ഞുതരാം. അതേപോലെ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് ജിമിനി എന്ന് ടൈപ്പ് ചെയ്യുക. ജിമിനി ആപ്സ് ആക്ടിവിറ്റി എന്ന് ടൈപ്പ് ചെയ്യാം. ജിമിനി ആപ്സ് ആക്ടിവിറ്റി. അങ്ങനെ ജിമിനി ആപ്സ് ആക്ടിവിറ്റി എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഇന്റർഫേസിലേക്ക് വരും. അവിടെ നമുക്ക് മാനേജ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും, മാനേജ് ആക്ടിവിറ്റി എന്നുള്ളത്. ആ ആക്ടിവിറ്റിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവർ തേർഡ് പാർട്ടിക്ക് കൊടുക്കാൻ വേണ്ടി ഒക്കെ ഇവിടുന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണ് ഓഫ് ചെയ്യുന്നതെന്നോട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഫൈൻഡ് യുവർ ജിമിനി ആപ്സ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കാണുന്നില്ലേ, അതിന്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് താഴേക്ക് വരിക. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, കണ്ടില്ലേ, ഗോ ടു ജിമിനി ആപ്സ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ബ്ലൂ കളറിൽ കാണിക്കുന്നുണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ആ സെറ്റിംഗ്സിലേക്കാണ് പോകുന്നത്. ഇവിടെ കണ്ടില്ല, ഇവിടെ കീപ്പ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. നമ്മുടെ കാര്യങ്ങളെല്ലാം നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ഫോണിന്റെ പെർഫോമൻസിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം അവർ എടുത്തു വെക്കുന്നുണ്ട്, അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ കാര്യങ്ങളൊന്നും എടുത്തു വെക്കണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഓൺ എന്നാണ് കാണിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടേൺ ഓഫ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ടേൺ ഓഫ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ആക്ടിവിറ്റികളൊക്കെ ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മുന്നുള്ള കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യും. ഇനി അതിന്റെ തൊട്ട താഴെയായിട്ട് ഡിലീറ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നില്ല. അവിടെ ആ ഏരോ മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കയറി ഡിലീറ്റ് ചെയ്യേണ്ട. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 18 മാസം അല്ലെങ്കിൽ 3 മാസം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ 18 മാസം എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അതല്ല നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കൊണ്ടുപോയിക്കോട്ടെ എന്നാണെങ്കിൽ താഴെയുള്ള ഡോണ്ട് ഓട്ടോ ഡിലീറ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താലും മതി. പക്ഷെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇതിൽ ഇപ്പോൾ തന്നെ ഒന്ന് കയറി നോക്കിയിട്ട് നിങ്ങളുടെ ആക്ടിവിറ്റി എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ എന്ന് നോക്കി വെക്കുക. എന്നിട്ട് ഉടൻ തന്നെ അത് ഓഫ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്.